ഇന്ന് നമ്മുടെ മണാലിയുടെ തേർഡ് ഡേ ആണ്. ഫസ്റ്റ് ഡേ ട്രാവലിംഗ് ആയിട്ട് കൂട്ടിക്കും. ട്രാവലിംഗ് ഇസ് ദ ഫസ്റ്റ് ഡേ. ഞാൻ ഇന്നലെ ഫസ്റ്റ് ഡേ എന്നാണോ പറഞ്ഞത്? എന്താണേലും കറങ്ങുന്ന കൂട്ടത്തിൽ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് റോക്തം പാസ്, സിസു, അടൽട്ട എന്താ പറഞ്ഞ എന്തോ ഒരു ടണൽ. ഓക്കെ, അപ്പം ഇന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ സോളങ് വാലി മാത്രം പോകാനിരിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ ചേഞ്ച് ചെയ്തു, ഇങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് അത് കണ്ടില്ല എങ്കിൽ ഭയങ്കര നഷ്ടമാണ്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ട്. എക്സാക്ട് ആലു പരാട്ടയാണ് ഭ്രാന്തി. അപ്പം ഞാൻ ഇന്നലത്തെ ഒരു വാട്ടർ എയ്റ്റിനിടെ ഞാൻ ഇവിടുത്തെ അത്യാവശ്യം ഫുഡൊക്കെ ഇന്നലെ ട്രൈ ചെയ്തു. ഇന്നിനിയൊന്നും ട്രൈ ചെയ്യുന്നില്ല, വയ്യ. അപ്പം നമ്മൾ ഇന്നത്തത് ഞാൻ വാട്ടർ എയ്റ്റിൻ്റെ ഇടയിൽ എടുക്കണില്ല, കാരണം സെയിം സാധനമാണ്. പിന്നെ നമ്മൾ എന്തിനാ വെറുതെ ബോർഡ് റിപ്പീറ്റ് ആവും. ഡ്രൈവർ അങ്കിൾ വരുമ്പോൾ നമുക്ക് പോവാം. ഇതെന്ത് ഫോൺ വിറയ്ക്കുന്നത്? തണുപ്പായതുകൊണ്ടായിരിക്കും ഗൈസ്, ഫോൺ ഉൾപ്പെടെ വിറയ്ക്കും ഗൈസ്. അപ്പം നമ്മളിന്ന് റോക്തം പാസിലേക്ക് പോവുകയാണ്. വണ്ടിയിലിരിക്കുകയാണ്, പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മളിപ്പോൾ മണ്ടയ്ക്ക് പോകും. ഭയങ്കര ഉയരത്തിലാണെന്നാണ് പറയുന്നത്. ഇന്നലെ ഞങ്ങളുടെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം, കാരണം നല്ല ഉയരമാകുമ്പോൾ നമുക്ക് ചെവിയിലുണ്ടാകുന്ന പ്രശ്നം, പിന്നെ ബ്രീതിങ് പ്രോബ്ലം അങ്ങനെയൊക്കെ ഉണ്ടാവും. വെള്ളം എടുത്തോണമെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര പൈസ ആയിരിക്കും എന്ന് പറഞ്ഞു എല്ലാത്തിനും. പിന്നെ ഡ്രസ്സ് ഇവിടെ നിന്ന് എന്തോ വാടകയ്ക്ക് കിട്ടും, 250 രൂപ കൊടുത്തിട്ട്. അത് ഭയങ്കര കമ്പൽസറി ആണെന്ന് പറയുന്നുണ്ട്. അതിട്ടില്ലെങ്കിൽ അവിടെ ഫൈൻ അടിക്കുമെന്ന് പറയുന്നു. 2000 രൂപയൊക്കെ. അതിൽ നിന്ന് 250 വാടകയ്ക്ക് ഇട്ടുകൊണ്ട് പോകുന്നതാണ്. പിന്നെ ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അവിടുത്തെ തണുപ്പിനും ഇവിടെ ഭയങ്കര തണുപ്പാണ് അവിടെ വണ്ടിക്കും. പിന്നെ ഇന്ന് സ്നോ വരാൻ ചാൻസ് ഉണ്ട്, ഒരു 30-40% ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. ഭാഗ്യമുള്ളതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ വണ്ടി ഓടിക്കുന്ന ആൾക്ക് നല്ല മൈൻഡാണ്. ഇതെന്ത് വെട്ടം, അതുകൊണ്ട് നമ്മൾ മാക്സിമം എല്ലായിടവും കാണിച്ച് ഒക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, ഈ കാണുന്ന നദിയുടെ പേരാണ് പിയാസ് നദി എന്ന് പറയും. നമ്മൾ റോത്തം പാസിലേക്ക് പോകുന്ന വഴികളാട്ടോ ഇത്. വണ്ടിക്കോട്ട് നോക്കിയാൽ കാണാം ലഡാക്കിലേക്ക് 430 കിലോമീറ്റർ. ഓ മൈ ഗോഡ്. പിന്നെ കാർഗിൽ, അതൊക്കെ ഈ വഴിയെ പോകുമ്പോഴാണ്. Very difficult. Dresses 250 per person, included shoes. Okay. But ma'am, I have not 6 different adventures game for available. First game, zipline. This is zipline and then road. अभी maybe 3 या 4 बजे तक सुबह. बाकी कौन सा गेम्स अवेलेबल? हम गेम ഈ ഡ്രസ്സ് ഇടേണ്ടത് കമ്പൽസറി ആണെന്നാട്ടോ പറയണേ. ചിലപ്പോൾ വേണ്ടി വരും, അത്രയും തണുപ്പുണ്ടെങ്കിൽ. എന്താ ചിലപ്പോൾ വേണ്ടി വരും അവിടെ അത്രയും തണുപ്പുണ്ടെങ്കിൽ. അവള് സൈസ് ചെക്ക് അങ്ങനെ തീട്ടി വീട്ടിൽ പോകാൻ പൈസ കാണത്തില്ല, ഞാൻ പോവാ. ഗൈസ്, ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയാണ് നമ്മുടെ ബദ്രിനാഥിൻ്റെ ഷൂട്ട് ലൊക്കേഷൻ എന്നാണ് പറയണത്. ഇവിടെ അമ്പലം വെച്ച് അവർ വെച്ചിട്ട് ഈ ഫുൾ ഇവിടെ ആയിരുന്നു അതിൻ്റെ ഷൂട്ടിങ്. ഗൈസ്, അപ്പം മട്ടിയിൽ വന്നു. ഇവിടെ ഏതോ ഒരു കടയിൽ ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ്. അവിടെ ഏതൊരു കടയിൽ നിർത്തിയിരിക്കുകയാണ്. സോ നമുക്ക് ഭക്ഷണം കഴിക്കാം. നീ തിരിച്ചു പൊക്കോ, ഞാൻ ഇവിടെ നിൽക്കാം. വണ്ടിയൊക്കെ വരുന്നത് കാണാൻ. ഈ ഉടുപ്പ് കണ്ടിട്ടാരും ചിരിക്കണ്ട, ഇവിടെ നല്ല തണുപ്പാണ്, ഓക്സിജനും നല്ല കുറവാണ്. ഒരു ഗ്ലൗസും അങ്ങനെ പറയുന്നത്. പക്ഷേ നമുക്കിവിടെ ഗൂഗിൾ പേ വർക്കില്ല, കയ്യിൽ പൈസ ഇല്ല, കൈയൊക്കെ മരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ നടക്കുകയാണ്. മണ്ടയ്ക്കോട്ട് പോകുമ്പോൾ നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. അത്രയും നല്ല വ്യൂസ് കിട്ടുന്നതാണ് പറയുന്നത്. ഞാൻ ക്യാമറയും പിടിക്കുന്നുണ്ട്, കഷ്ടപ്പാട്. അറിയില്ല, വെയിലുണ്ടായിട്ടും വെയിലുണ്ടെന്ന് അറിയുന്നില്ല. എപ്പോ നോക്കുന്നുണ്ട് കേട്ടോ അവൻ. ഇവിടെ നമുക്ക് ഒരുപാട് കുതിരകളെ കാണാം. ഇവിടെ അല്ല കേട്ടോ, അതേ കുതിര. മണ്ടയിലേക്ക് നമുക്ക് പോകാം. ശ്വാസം എടുക്കട്ടെ. ഇവിടെ എത്രയാണ് ഇപ്പം ഡിഗ്രി? മൈനസ്. നമ്മൾ 4 ഡിഗ്രി അതിൽ കുറവ് ഞങ്ങൾ എന്തായാലും ഡൽഹിയിൽ സോണിപത്തിൽ അനുഭവിച്ചിട്ടില്ല. ഇവിടെ ഇപ്പം മൈനസ് ആണ്. ഈ വെയിൽ ഉണ്ടായിട്ട് മൈനസ്. ഇത് പറയുന്നത് നവംബറോട് കൂടി ഈ പ്ലേസ് അടയ്ക്കുമെന്നാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വിൻ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ മണാലി ഫുള്ളി മൈനസ് ആവും. അപ്പോൾ ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ
വാല്യൂ ഉണ്ടാവില്ല, ഒരു ഡിജിറ്റ് പോലും കാണത്തില്ല. സോ അത് അടയ്ക്കും. നമുക്ക് ഈ ഒരു ടൈമിൽ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ. ആ ദൂരമായിട്ടൊരു ലേക്ക് കാണുന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി അങ്ങോട്ടേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അധികം സ്ട്രെസ് എടുത്ത് വലിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ, ഓക്സിജൻ ഒക്കെ വലിക്കുന്നുണ്ട്, കുറവാണ്. ഞങ്ങൾ ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിനൊക്കെ എന്തോ ടേസ്റ്റ് വ്യത്യാസം, നിനക്ക് തോന്നിയില്ലേ? എന്താ ദൂരമാണ്, ഞാൻ സൂം ചെയ്തേക്കാണ്, സൂം ഔട്ട് ചെയ്യാം. നമുക്ക് ഇനി അങ്ങോട്ടേക്കൊന്ന് നടന്ന് പോകണം. ആ മുകൾ വശം കണ്ടോ, കുതിരയൊക്കെ പോണേ. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. മഴയ്ക്ക് അത്ര സ്റ്റാമിന കൊണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാവരും കുതിരയിലാണ് ഇവിടെ പോകുന്നത്. പക്ഷെ ഞങ്ങൾ എന്താ പോണേ, നടന്ന്. ഓ, നമ്മൾ പോകുന്ന വഴി ഇതാണ്. ഇവിടെയൊക്കെ വെള്ളം കാണാം ആക്ച്വലി. ഗൈസ്, ഇതിൻ്റെ ഏറ്റവും മണ്ടയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അവർ പറയണത് കുതിരയില്ലാണ്ട് പോകാൻ പറ്റില്ല എന്നാണ്. ഞങ്ങളുടെ ഇവിടെ വന്നതിൻ്റെ ഓർമ്മയ്ക്ക് കല്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പോകും. അടുത്ത സ്നോയോട് കൂടിയാക്കും കല്ലൊക്കെ പോയി. ഗൈസ്, ഇതാണ് നമ്മൾ അവിടെ നിന്ന് പറഞ്ഞ ലേക്ക്. ബഹുത് സുന്ദരനാ. അതെ, സുന്ദരാണ്. ആണോ നിങ്ങൾക്ക്? പക്ഷേ ഭയങ്കര തണുപ്പാ. ഫ്ലഷ് അല്ലാട്ടോ ഇത്. അതെ, നാച്ചുറൽ ഫ്ലഷ് ആണ്. മഴയല്ലാത്തത് മനസ്സിലാവും. എൻ്റെ മൂക്കൊക്കെ ചുമന്ന് തുടുത്തിരിക്കുന്നത് ബ്ലഷ് അല്ല, തണുത്ത് വരച്ചിട്ടാണ്. പിന്നെ എനിക്ക് തീരെ വയ്യാണ്ടായി. കാറ്റ് ചെവിയിലേക്ക് അടിച്ചിട്ട് മരിച്ചു പോയി മൊത്തത്തിൽ. തീരെ വയ്യാണ്ടായി. അതുകൊണ്ടോ സ്നോ ഇങ്ങനെയെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ലക്ക് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ കണ്ടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് സിസൂലാണ്. കാണുന്നുണ്ടോ ആ വാട്ടർഫോളിന് ചുറ്റും ഒരു ഹേർട്ടിൻ്റെ ഷേപ്പാണ്. അപ്പം ഗൈസ്, ഇത് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് സ്ഥലമാണ് കാണാനുള്ളത്. അടൽ ടണൽ തുള്ളിലേക്ക് പോവാണ്. എനിക്ക് എനർജി ഒന്നും കാണുന്നില്ലല്ലേ, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഇറക്കം ഇറങ്ങുന്നുണ്ട്, ഛർദ്ദിക്കാനും വരുന്നുണ്ട്. ഞാൻ വലിയ എനർജി എന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ പാക്കേജും കഴിഞ്ഞു, ദിവസങ്ങളും കഴിഞ്ഞു, തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് കുളു കൂടി കറങ്ങാം. കുളു കൂടി അവർ നമ്മളെ കാണിച്ചിട്ട് അത്യാവശ്യം ഷോപ്പിംഗ്, പിന്നെ ഇവർക്ക് പാരഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യണമെന്ന് പറയുന്നു. എനിക്ക് പിന്നെ പണ്ട് ഇതൊക്കെ ചെയ്യണം പേടിയായതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ചെയ്യണില്ല. നീ എന്താ ചെയ്യാൻ പോണേ? പാരഗ്ലൈഡ്. എന്താ വെച്ചിട്ട് പറ. പാരഗ്ലൈഡ് ഉറപ്പല്ലേ? പൈസ ഒക്കെ കൊടുത്തു. പേടിയുണ്ടോ? കുറച്ച്. हेलो मैम, मैं आपको फ्राई करवाऊंगा अच्छे से. कोई नर्वस होने की प्रॉब्लम नहीं है आपको. अच्छा एंजॉय करना है आपने, खाली बैठना है ऐसे. हाँ बिल्कुल, यूट्यूब में डालो. हमारा अकाउंट नंबर भी डाल दीजिए. കൗണ്ടർ നമ്പർ 1 ഇവിടെ വരണമെന്നട്ടോ പറയണേ. പൈലറ്റ് വിനോദ് ചേട്ടൻ. ഞാനേ എനിക്ക് ആ മല ഇറങ്ങി അവളുടെ കൂടെ പോകാൻ തന്നെ പേടിയാണ്. പേടിക്കണ്ട. പറക്കാൻ വിട്ടിട്ട് ഇപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ നേരത്തെ എത്തും, ഒരു 12 മിനിറ്റേ ഉള്ളൂ. എനിക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും. അവളെ പറയാൻ വേണ്ടിയിട്ട് എനിക്കാ ടെൻഷൻ. പക്ഷെ അവൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ബയ്യയോട് ഒരു ആപ്പിൾ പറിച്ച് തരാമെന്ന് ചോദിച്ചു. പാവോടെ, ഇവർക്ക് നല്ല മനസ്സാണ്. ഞാൻ ഒരു ആപ്പിൾ, ഇവിടെ ആക്ച്വലി സീസൺ കഴിഞ്ഞു, അതുകൊണ്ട് ഒരെണ്ണം കിട്ടി. ചുടാ. ज़्यादा टेस्ट होता है. हाँ, बड़ा वाला नहीं, बड़ा वाला में उसमें ज़्यादा टेस्ट नहीं रहता है. जो भी लेट हो गया ना, हाँ हाँ, ये पूरा मिच्योर हो गया अब. ഇതിന് നല്ല മധുരമുണ്ട്, ഒരു വിഷവും കൂടാത്ത നല്ല ആപ്പിള്. നമുക്ക്
വെച്ചിരിക്കുന്ന സാധനം കൊള്ളാവോ, ക്യൂട്ടായിട്ടില്ലേ? ഞാനൊരു ഷോള് വാങ്ങിച്ചിട്ട് ഞാൻ ഷോപ്പിങ്ങിന് കൊണ്ടുവന്ന സ്ഥലമാണ്. ആൻഡ് കൊള്ളാം, എല്ലാം വേണം. ഞങ്ങളിന്നൊരു അമ്പലത്തിൽ പോയി. നോക്കൂ, തലയിൽ ഇതൊക്കെ വെച്ച് വന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നേ, പക്ഷേ ഇവിടെ ഭയങ്കര പൈസ, ഞങ്ങളുടെ കയ്യിൽ അത്ര പൈസ ഇല്ല. സാധനങ്ങളൊക്കെ കുറേ വാങ്ങണമായിരുന്നു. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ കയറി ഭക്ഷണം കഴിച്ചു. ചോറും പരിപ്പൂരൊക്കെ എനിക്ക് അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അല്ലെങ്കിൽ എടുക്കാമായിരുന്നു. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നാഗർ കാസ്റ്റിലാണ്. ഇവിടെയാണ് ജബ്വി മെറ്റിൻ്റെ ഷൂട്ട് നടന്നത്. ഭയങ്കര പീസ്ഫുൾ ഇവിടെയൊക്കെ ഇരിക്കാൻ. ഇവിടെ എന്താ ക്രീപ്പി പീപ്പിൾസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും. ഇവിടെ ഒരു മിററൊക്കെ ഉണ്ട്. ഫുള്ള് വുഡ് കൊണ്ടാട്ടോ ഇവിടെ ഉണ്ടാക്കിയിരിക്കണമെന്ന് തോന്നുന്നു. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് 5 മണിക്കത്തെ ബസ് ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 5 മണിക്കത്തെ ബസ് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ബസ് കയറാൻ പോവാണ്. മോഹമൊക്കെ കണ്ടില്ലേ, നല്ല വിഷമമുണ്ട് പോകാനായിട്ട്. ഇത്രയും നല്ലൊരു സ്ഥലം, ഇത്രയും നല്ല ആളുകൾ. എനിക്ക് വളരെ നല്ല സ്ഥലമാണ്. എല്ലാവരും വരണം. നമുക്ക് അത്രയും സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ. എല്ലാം ഓക്കെയാണ്. ओके डन, ठीक है भैया फिर आराम से जाना, ठीक है? आप लोग दोबारा आना, ओके? ठीक है, ठीक है, जाओ आराम से, ओके? ओके, बाय, जाओ, बाय बाय. ठीक है, जाओ आराम से. ഞങ്ങളോരോ പോഹ കൂടി പറഞ്ഞു കേട്ടോ. ഇതെന്തായി കാണിക്കുന്നേ? എന്തായി കാണിക്കുന്നത്? അല്ലാതെ പാക്കറ്റ് വാങ്ങി കഴിക്കുന്നതാണോ? അയ്യോ, ഗൈസ്, അങ്ങനെ ട്രിപ്പൊക്കെ സക്സസ്ഫുള്ളി പോയി. ഭയങ്കര സേഫായിരുന്നു. ഒരു മോശം അനുഭവം നമുക്കുണ്ടായില്ല. പോയി വന്നു, വീണ്ടും പട്ടിക്കാട്ടിലെ ഫ്ലാറ്റിലെത്തി. ഇനി നമുക്കിവിടെ ജീവിക്കാം.